ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നത് അത് തന്നെയാണ് റീസൺ. എനിക്ക് സമയക്കുറവാണ്. വീഡിയോസൊക്കെ എടുത്ത് വെച്ചാലും അത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് വേണ്ട നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ സമയക്കുറവ് തന്നെയാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് നിൽക്കുന്നത്. മോൻ്റെ തെറാപ്പികളും ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ, കൈകാര്യം ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസ് എഡിറ്റിങ്, പിന്നെ ഞാൻ ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിലാവാണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ബിസിയാണ്. എന്നാലും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈവ് കയറാൻ പലപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ലൈവ് നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കയറിയിട്ട്, ഏകദേശം 1 മണിക്കൂർ കയറി വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാലും കുറച്ചധികം സമയം എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വ്യൂസൊക്കെ കയറുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ, കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ലാസ്റ്റ് വന്ന ലൈവിൽ എനിക്ക് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ ആരോ വന്നിട്ട് എനിക്ക് ലൈവിൽ നിന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുന്നത് വളരെ കുറവ് വ്യൂ ഒക്കെ കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുമ്പോൾ ഒരുപാട് പണിയാണ്. രാവിലെ തന്നെ നമ്മളിങ്ങനെ ഈ ക്യാമറയും കൊണ്ട് നടക്കാമെന്ന് പറയുന്നത് അത്ര നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാം ഷൂട്ട് ചെയ്ത് എടുക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. നമ്മുടെ എന്നല്ല, ഞാനും ആദ്യമൊക്കെ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപൊക്കെ മറ്റേ ബി ഹാപ്പി വിത്ത് ശ്രീ ചേച്ചിയുടെ മറ്റേ യൂട്യൂബ് ചാനൽ, അതുപോലെ എനിക്കറിയുന്ന ഒരു ഹെൽനാന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ആളുടെ, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ നേരം നോക്കി ഇങ്ങനെ കണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എനിക്കും അതുപോലെ ആണല്ലോ, എനിക്കതുപോലെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിലർ ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്ക്. അവരോരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എനിക്കും അതുപോലെ ആവണം, അതുപോലെ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാക്കല്ലേ. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു വിജയം. അവർ ആ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് അവരുടെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാൻ കഴിയുമെങ്കിൽ, ഒരു ഇൻസ്പിറേഷൻ ആവാൻ കഴിയുമെങ്കിൽ അതാണ് അവരുടെ വിജയം അല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് എന്താ പറയുക, കറി വയ്ക്കാനായിട്ട് മീനുണ്ടായിരുന്നു കേട്ടോ. മീനും പിന്നെ കല്യാണിക്ക് ഗ്രീൻ പീസ് കറി മതിയെന്ന് വേണ്ട. പിന്നെ പുട്ടുണ്ടാക്കണം. തലേദിവസത്തെ ചപ്പാത്തിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാനും മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ആദ്യം ഒന്ന് റെഡിയാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ ചിരകൽ പിടിക്കില്ല, അങ്ങനെ പണികൾ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ആയത് കാരണം എണീക്കലൊക്കെ കുറച്ച് ലൈറ്റായിട്ടൊക്കെയാണ് എണീക്കുന്നത്. മഴയൊക്കെ ആകുമ്പോൾ പിന്നെ തീരെ വയ്യ. യാത്രയാണ് എന്നെ ഏറ്റവും അധികം ഇങ്ങനെ വയ്യാണ്ടാക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ തീരെ വയ്യാണ്ടാവുകയാണ്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ അറിയാമല്ലോ, കല്യാണിയുടെ പുറകെ ഓടണം. കല്യാണിയുടെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ അവളെ സ്കൂളിൽ വിടേണ്ട തിക്കും തിരക്കും അതൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ കണ്ണൻകുട്ടിയുടെ പാമ്പറൊക്കെ ആകെ ലീക്കായി, ബെഡ്ഷീറ്റിലൊക്കെ നിറച്ച് മൂത്രമൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണൻകുട്ടീനെയും ഒക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും കണ്ണനാണ് കേട്ടോ ആദ്യം ഭക്ഷണമൊക്കെ കൊടുക്കുക. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാനിപ്പോൾ ഈ വണ്ണം വെച്ചത് കാരണം എക്സസൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയും കുറച്ച് സമയങ്ങളൊക്കെ ഇപ്പോൾ കണ്ണന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യാനൊക്കെ നിൽക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ ഈ ഒരു ദിവസമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ 10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ണൻ്റെ എല്ലാം കഴിച്ച് അവനെ ഞാൻ പായയിൽ കൊണ്ടുപോയി എടുത്തപ്പോൾ പായയിൽ ആൾ അപ്പിക്കിട്ട് ആകെ കോലാഹലമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണനെ കുളിപ്പിക്കാനും കൂടെ നിന്നു. പിന്നെ അടിക്കലും തുടക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഒരുപാട് ലൈറ്റായിട്ടൊന്ന് പണികളൊക്കെ തീരാൻ. വീട്ടിലുള്ള ദിവസം അങ്ങനെയാണ്, വീട്ടിലില്ലാത്ത ദിവസം ഓടിപ്പടഞ്ഞ് രാവിലെ തന്നെ പോവുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികൾ കഴിഞ്ഞ് ഞാൻ കണ്ണന് പണി കൊടുക്കാൻ പോവുക. കണ്ണനെ എന്നും ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുന്നത് വെറുതെ അല്ലല്ലോ. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെയും ചെയ്യണ്ടേ. കണ്ണ് തുടങ്ങിയിട്ടാ ഇടച്ചിൽ തുടങ്ങിയിട്ടാ അടവുകളുടെ രാജകുമാരൻ കണ്ണൻ ചേട്ടൻ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കണ്ണൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. എന്നിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ
എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണൻ്റെ അടുത്ത് മാത്രമാണ് തോന്നുന്നു കൂടുതലും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ല, അവന് ഓൾറെഡി അവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അവന് എല്ലാ കാര്യങ്ങളും അവനറിയാം, മെൻ്റലി അവനെല്ലാം മനസ്സിലാവുന്നുണ്ടാവും. അവന് ആഗ്രഹങ്ങളുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഓൾറെഡി അവൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം ഞാനും കൂടെ അവൻ്റെ അടുത്ത് ഭയങ്കര സാഡായിട്ട്, എന്താ കണ്ണ നീ ചെയ്യാത്ത, കണ്ണ എൻ്റെ മോൻ ഇങ്ങനെ വന്നല്ലോ, അങ്ങനെയുള്ള ടോണിലൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അവനൊന്നും കൂടെ ഡൗൺ ആവല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കല്യാണിയുടെ അടുത്ത് നിന്ന് ഉള്ളതിനേക്കാളും അല്ലെങ്കിൽ ബാക്കി ആരുടെ അടുത്തുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിൽച്ചിലായിട്ട് നിൽക്കുന്നത് കണ്ണൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും, ചില ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറേ കമൻസൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ സാധിക്കണു, എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാന്നൊക്കെ. പക്ഷേ നമ്മളുടെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് എല്ലാവരെയും കാണിച്ചു കൊണ്ട് നടന്ന് നമ്മളും ആകെ ഡൗൺ ആയിട്ടിരുന്ന് എന്നും നമ്മൾക്ക് ടെൻഷനും കാര്യങ്ങളായിട്ടിരുന്ന് നമ്മളുടെ ചുറ്റിനുള്ളവരെ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും? നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റിനുള്ളവരെ ഹാപ്പി ആക്കി ഇരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണന് പണി കൊടുക്കാൻ പോവാണ്. കണ്ണൻ പണി തെറ്റേ, പാത്രം കഴുകാൻ അലക്കാനൊന്നുമല്ല, ചോറ് വയ്ക്കാനും കറി വയ്ക്കാനൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ എൻ്റെ പണി. ഇനി ചേട്ടൻ്റെ പണി എക്സസൈസ് ചെയ്യുക, ബോഡി ബിൽഡപ്പ്, മറ്റേ 6 പാക്ക് ഇതൊക്കെ ചെയ്ത് 6 പാക്കൊക്കെ വരുന്നത്. ഇപ്പോൾ 6 പാക്കിൻ്റെ ഭാഗത്ത് കുറേ വാരിയല്ലുകൾ മാത്രമേ ഞങ്ങളുടെ കാണുന്നുള്ളൂ, അല്ലേ കണ്ണ? ഇപ്പം 6 പാക്കിൻ്റെ അവിടെ ഞങ്ങൾ അത് ഞാൻ കമഴ്ത്തി കിടത്താൻ നോക്കിയപ്പോൾ ചേട്ടൻ സുഖമായിട്ട് കിടക്കുക. എന്താടാ അത്? ചേട്ടനെ കമഴ്ത്തി കിടത്താൻ നോക്കിയതാ, ചേട്ടൻ സുഖമായിട്ട് അവിടെ പോയി കിടക്കണ. അതിനാണ് അവിടെ ക്യാമറ വെച്ചേക്കുന്നേ, അതിലേക്ക് നോക്കാൻ. അവര് നിനക്ക് മാർക്ക് ഇടുന്നുണ്ട് അവിടെ. ഇതേ പോണ്, ഇത് എന്ത് വണ്ടിയാടെ ഇത്? ഈ വണ്ടിക്ക് എന്താണ് ഒരു സൈഡ് വലിവ്? ഈ വണ്ടി നേരെ കിടന്നാലല്ലേ തല നേരെ വെക്കാൻ പറ്റുള്ളൂ. അതന്നെ. കണ്ണനെ കണ്ട നിങ്ങൾ ആരെങ്കിലും കടന കണ്ട? എനിക്ക് കാണാനില്ല. ഞാൻ നോക്കിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. കാല് നിർത്തത് ഇഷ്ടായില്ല. നിന്റെ ഇഷ്ടം നോക്കുന്നില്ല. തോമാസ് എന്നെ വിളിക്കണ അതൊക്കെ അവിടെ ഉണ്ട്. നിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. ക്യാമറയിലേ അവര് എക്സസൈസ് ചെയ്യണ്ടെന്ന് നോക്കിയേ. ക്യാമറയ്ക്ക് വണ്ണം കൂടണം കുറയ്ക്കാനൊക്കെ നോക്കണ്ടെന്ന് നോക്കിയേ. ഞാനിവിടെ വണ്ണം കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാട്ടോ. കണ്ണൻ വണ്ണം കൂട്ടാനുള്ള പരിശ്രമത്തില്ല. അല്ല, കണ്ണൻ്റെ കുറച്ച് വണ്ണം കുറവ് എനിക്ക് തരൂ. എൻ്റെ കുറേ വണ്ണം ഞാൻ നിനക്ക് തരാം. തരുമോ? കുറച്ച് തരുമോ? എൻ്റെ ഞാൻ തരാം, കുറേ തരാം. അയ്യോ, അവന് കമഴ്ന്ന് എടുക്കാൻ ഭയങ്കര മടിയാണേ. അപ്പം ഞാൻ എടുത്തിരിക്കുമ്പോൾ മാത്രമേ കമഴ്ത്തിയെടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ പിടിച്ച് കടിച്ച് തന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുകൊണ്ട് വരും, സ്റ്റിച്ചൊക്കെ ഇടാനായിട്ട്. അല്ലേ കണ്ണ? അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇരിക്കണ കാണും. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയം വളരെ കുറവാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണ്ട. വീട്ടിലത്തെ പരിപാടികൾ കഴിഞ്ഞാൽ കണ്ണൻ്റേതായ ഫുഡ് കൊടുക്കൽ കാര്യങ്ങൾ, അവൻ്റേതായ കാര്യങ്ങൾ, പിന്നെ എൻ്റേതായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഫുൾ ടൈം വർക്കിങ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ യാത്രകളും കൂടിയായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കണക്ക് ചെയ്യാനിരിക്കുന്നു, അതിനിടയിൽ കൂടെ നമ്മൾ വീഡിയോയും കൂടെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കോല് നിർത്താനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. കാണാനല്ലാത്ത മടിയാ എനിക്ക്. ഞാനാണ് മടിച്ച് പാറു. കാല് നിർത്താൻ എനിക്ക് മടി, കണ്ണന് മടിയില്ല. പാട്ട് പാടുന്നു കേട്ടാ, ഇന്നലെ പഠിച്ച പാട്ടാ. പാടി കൊടുത്തേ. വരട്ടങ്ങട് പോരട്ടങ്ങട് പോരട്ടങ്ങട്. എന്താന്ന് ഇങ്ങനെ ഇരുന്നാ മതിയെന്നു ഇങ്ങോട്ട് പോരട്ടേന്ന്. കണ്ണൻ ചേട്ടൻ അപ്പിടാവട്ടെ ബലം പിടിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ലേ. കണ്ണൻ ചേട്ടൻ ഇന്നലേക്ക് നല്ല പണിയൊക്കെ തന്നു. കണ്ണൻ ചേട്ടൻ ഇവിടെ പാമ്പറൊക്കെ ലീക്കായി, ബെഡിലൊക്കെ മൂത്രമൊക്കെ ആക്കി. ഇന്നിപ്പോ പിന്നെ ആദ്യം
ബെഡ്ഷീറ്റൊക്കെ മാറ്റാനിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പാമ്പറൊക്കെ മാറ്റിയിട്ട് ട്രൗസർ മാത്രം ഇടിച്ചിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ട്രൗസർ മാത്രം ഇടിച്ചിട്ട് ഞാൻ പായൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴോ അവിടെ നിറച്ചപ്പിട്ട് ഒക്കെ കൊളാക്കിയപ്പോൾ ബെഡ്ഷീറ്റും പായും എല്ലാം പോയി കൊണ്ടേക്ക് നല്ല പൊടിയായിരുന്നു. എങ്ങോട്ടും പോവാനില്ല. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പണിയേ ശരണമായിരുന്നു. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവിടേക്ക് ഈ ക്യാമറ കൊണ്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പോൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പക്ഷെ അങ്ങനെ ഇടുമ്പോഴേ വെറുതെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അങ്ങനെ ഇടുമ്പോൾ അതങ്ങനെ കാണാനായിട്ട് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ആളുകൾക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ എപ്പോഴും ഇഷ്ടം. കാര്യം പറയുമ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും വീഡിയോ മതി എന്നൊക്കെ. പക്ഷെ അതല്ല കേട്ടോ, എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇഷ്ടം. കാരണം എന്തെങ്കിലും കാണാൻ വേണ്ടേ, വെറുതെ ഒന്ന് ആ സ്പോട്ടിൽ തന്നെ നിന്നിട്ട് ജസ്റ്റ് അപ്പോഴത്തെ ഒരു വിശേഷം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കും പണി കുറവാണ്. അപ്പോഴത്തെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊരു 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അതൊന്നും ആർക്കും കാണേണ്ട, അതൊന്നും തീരെ വ്യൂ കയറിയിട്ടില്ല. അല്ല, നിങ്ങളൊക്കെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഇങ്ങനെയാണോ? തലയൊക്കെ നമ്മൊന്ന് പൊക്കി നോക്കില്ലേ? ഒന്നാമതോടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ അതെല്ലാവരും തലയൊക്കെ ഒന്ന് പൊക്കി നോക്കില്ലേ? ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുമോ കമിഴ്ന്ന്? കണ്ണൻകുട്ടിക്ക് ആനക്കുട്ടിയാവണ? കണ്ണനെ ആനക്കുട്ടിയാക്കാൻ പോവാ. കണ്ണനെ നോക്കേ, കണ്ണൻ തല കൺട്രോൾ ചെയ്യുന്നുണ്ടോ നോക്കാം. അമ്പോ, ഓ സുഖായി. കണ്ണൻ തല കൺട്രോൾ ചെയ്യണം കേട്ടോ. തല കൺട്രോൾ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കാലം ഉണ്ടെങ്കിൽ ബാടാ, ഇങ്ങനെയല്ലല്ലോ, വേറെന്ത് സെറ്റപ്പ് ഉണ്ടാ? ഈ സെറ്റപ്പ് തന്നെ. പൊന്ത് ഇങ്ങനെ പിടിച്ചിട്ടേ നമ്മൾ അവൻ്റെ തല അവൻ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ടാ. അത് ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ പൊക്കേണ്ടി വരാറുണ്ട്. ചേട്ടൻ തീരെ സഹകരിക്കാറില്ല. പൊക്കി വാ, അങ്ങോട്ട് വാ, അമ്മേരെ അടുത്തേക്ക് വാ. അമ്മയ്ക്കൊരു മുട്ട് തരാമ്മ. മുട്ട് തരാമ്മ. തല അങ്ങോട്ട് കുറേ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അങ്ങോട്ടേക്ക് പോകും തോറും കണ്ണൻ ഇങ്ങോട്ടേക്ക് വലിക്കണം തലേനെ കേട്ടാ. കളിയാണ് അത്, അതാണ് നമ്മളുടെ കളി കേട്ടാ. വാ ഇങ്ങടെ മുട്ടിയപ്പോ മുട്ടല്ലോ. കണ്ണൻ കണ്ടോളെ അങ്ങനെ തലോണ വേണ്ട ഇവിടെ. ബാ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടേക്ക് വരണം. മുട്ട തന്നേ. ഇങ്ങോട്ടേക്ക് കണ്ണൻ ഇങ്ങോട്ടേക്ക് ബലം പിടിക്കണം. അങ്ങോട്ടേക്ക് തല വീഴും തോറും കണ്ണൻ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പിടിക്കണം. കണ്ടാ? കണ്ണൻ ഇങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല. കണ്ണൻ തലയുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക അല്ലേ? കാല് സ്ട്രൈറ്റ്, ബോഡി സ്ട്രൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ തല കണ്ണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തല അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടിക്കൂട്ടാ. കുറച്ചാളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തെറാപ്പി സെന്ററിൽ ചില സമയത്ത് നല്ല രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അവൻ്റെ മൂഡ് പോലെ ഇരിക്കും അല്ലേ? മൂഡ് പോലെ ഇരിക്കും. ഞങ്ങൾക്ക് മൂടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിതൊക്കെ ചെയ്യുള്ളൂ. ഇല്ല ഒന്നുമില്ല. ഇനി കുറച്ച് നേരം നമുക്ക് കാലൊന്ന് എക്സസൈസ് ചെയ്യാം. ഞാനിതിപ്പോൾ എന്തായാലും ചെയ്യാനിരിക്കുന്നുണ്ട് കുറച്ച് നേരം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതാട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴും ഞങ്ങൾക്ക് പണി തന്നെയാണ്. കണ്ണന് ഫുഡ് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം. അല്ല കണ്ണ, അച്ഛനവിടെ ഉണ്ട്, ചേട്ടനുണ്ട്. ചേട്ടന് കാലിന് ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ഇന്ന് ജോലിക്ക് പോയില്ലേ. അപ്പോൾ ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കും. എഡിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞൊക്കെ നല്ല
കാരണം ഭയങ്കര ലൂസായി. നമ്മൾ കുറച്ച് നേരം എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ടോ ആ ടൈറ്റ്നെസ് ഒക്കെ പോയതേ. ഭയങ്കര ഭയങ്കര ലൂസായി ബോഡി. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പിടിച്ചാൽ കിട്ടില്ല. അതേണ്ടോ ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തെങ്കിലും നോക്കുന്നത് അല്ലെങ്കിൽ ഹിയോ ഹിയോ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കണം. ഇത് കണ്ട് നോക്കിയേ. ഹായ്, കണ്ട് സൈക്കിളോട്ടുന്നുണ്ട്. ഹായ്. അങ്ങനെ ലൂസാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് തോന്നുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ ചെയ്യുമ്പോഴേ, ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതിന് മുൻപ് കുറച്ച് നേരമൊക്കെ അവൻ്റെ മസിൽസൊക്കെ ലൂസാക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ചെയ്തപ്പോൾ ഇവിടുന്ന് വെള്ളം വീഴുന്നു. ചെയ്തപ്പോഴേ ആള് ഭയങ്കരമായിട്ട് ലൂസായി. പിന്നെ അതുപോലെ ഈ കാലിങ്ങനെ ഇതാക്കിയിട്ട് ഈ നടുവും കൂടെ ഒന്ന് നമുക്കൊരു ബാലൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട്, വല്ല ബെൽറ്റോ എന്തെങ്കിലും ഇവിടെ നടുവിന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ചും കൂടെ അവൻ്റെ തല കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം നടു നിവർന്നിരിക്കുമ്പോൾ അവൻ തലമയ്ക്ക് പിന്നീട് നടു വളഞ്ഞിരിക്കുമ്പോഴാണ് ആൾക്ക് ഒട്ടും തല പൊക്കാൻ പറ്റാത്തത്. നടുവിൻ്റെ എല്ല് ഞാൻ നിവർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി തലയ്ക്ക് തല വയ്ക്കേ, വാവേ തല വയ്ക്കേ, വാവേ കണ്ട. അങ്ങനെ വരുമ്പോൾ തല ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഐഡിയ എനിക്കിങ്ങനെ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നായിരുന്നു. ശരിയാവുമോ അറിയില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോയിൽ ചെയ്യാൻ സമയമില്ല. വീഡിയോയിൽ ചെയ്യുന്നതിന് മുൻപ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളെ പോലെയുള്ള അമ്മമാരൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉപകാരമല്ലേ. എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പിക്ക് വീഡിയോയിൽ ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ എപ്പോഴെങ്കിലും ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് ഇപ്പോൾ കണ്ടില്ലേ, നടുവിന് ഞാൻ ഇതാക്കുമ്പോൾ അവന് തല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നടുവാണ് ഇത്തിരിയും കൂടെ ഇതാവണ്ടേ. നടു നിവർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല നേരെ പിടിക്കാൻ പറ്റും. സുന്ദരൻ എവിടെയാണെന്ന് സുന്ദരൻ എവിടെയാണ്. അപ്പം എനിക്കും കുറേ പണികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എനിക്ക് സമയം കിട്ടാൻ ആരോഗ്യം ആയുസ്സുണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ആരോഗ്യം ഇല്ലേ സത്യം പറഞ്ഞാൽ. ഞാൻ ഓട്ടമായിട്ട് ഞാൻ അന്ന് ഇവിടുന്ന് മാറി നിന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഫ്രീ ടൈമാണ്, ഫുൾ ടൈം വെറുതെ ഇരിക്കുകയാണ്. അതിൻ്റെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ തീർത്തത്. ഇനിയിപ്പോൾ നല്ല പണിയാണ്, ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തത്ര പണിയാണ്. പക്ഷെ പണികളുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം വരികയാണെന്നേ. അപ്പോൾ തോന്നും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷെ കിടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, നേരമില്ല. ഭക്ഷണം കഴിക്കാൻ പോവാം, നമുക്ക് ഉച്ചയായി. ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. കാരണം എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം ചെയ്തതിൻ്റെ ഞാൻ വീഡിയോ ഇപ്പോഴേ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ കുറച്ച് നേരമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല, എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ എല്ലാം എനിക്ക് അങ്ങോട്ട് വായിച്ച് അതിന് റിപ്ലൈ ഒന്നും ഇടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും കമൻസൊക്കെ എല്ലാവരും ഇടാൻ, വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ.